ഇന്നലെ രാത്രിയിലും കുട്ടൻ അതുപോലെ സംസാരിച്ചിരുന്നു. എന്നിട്ട് കുട്ടൻ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാനത് മുഴുവൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. എന്നെ ഫോളോ ചെയ്യാ. മാറിക്കോ, എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ബ്രേക്കില്ല, അവരെന്നെ ഫോളോ ചെയ്യാ. മാറ്, മുന്നിന്ന് മാറ്. വണ്ടി ഇടിക്കും. മാറ് മാറ്, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ഏട്ടന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് ഏട്ടനെ ആരോ ഓടിക്കുന്നു എന്നത് വ്യക്തമാണ്. മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞത് ഗോപികയുടെ അച്ഛനോടായിരിക്കും. ദേ, ബ്രേക്കില്ലെന്നും പറയുന്നുണ്ട്. എന്നെ അവര് കൊല്ലാൻ ശ്രമിക്കുന്നെന്നും പിന്നാലെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം അതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്ന. ആരോ ഇതിന്റെ പിന്നിലുണ്ട്. പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്സിഡന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ആരാ ഇതിന്റെയൊക്കെ പിന്നില്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്? സിദ്ധുവേട്ടന് ആരും ശത്രുക്കൾ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്വഭാവമായിരുന്നു ഏട്ടൻ്റെത്. അങ്ങനൊരു വ്യക്തിക്ക് ഒരു ശത്രു ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. നന്മയുള്ളവർക്കും അന്യർക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവർക്കൊക്കെ ശത്രുക്കളുണ്ടാവും ഋഷി. കുട്ടനും ശത്രുക്കളുണ്ടായിരുന്നിരിക്കും. പക്ഷേ അത് കുട്ടനോ നിങ്ങളോ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അതാണ് വാസ്തവം. ഏതായാലും ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒരു സൂത്രധാരനുണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് അത്യാവശ്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാം ചേച്ചി. അവൻ എത്ര കൊലകൊമ്പനായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഹലോ മഞ്ജുച്ചി, ഇപ്പൊ കേൾക്കാമോ? ഇവൻ ഉറങ്ങിയത് നന്നായി. ശരി.
ഈ വീട്ടിൽ സിദ്ധുവിനെ അത്ര കരുതലോട് പരിപാലിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ദേവികയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ദേവികയെ ആ ചുമതലയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി അമ്മ വെറുതെ സംസാരിക്കണമെന്നില്ല. ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ തീരുമാനം? അതെ, മഹിയേട്ടൻ പറഞ്ഞത് തന്നെയാ തീരുമാനം. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് ഞങ്ങൾ പറയുന്നതിൽ വിഷമം തോന്നരുത്. ദേവികയെ നിങ്ങളെ കണ്ണും പൊട്ടി വിശ്വസിക്ക. ഇതെവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് കാണാം. ദേവികേ, മോള് കരയാതിരിക്കെ. അമ്മ പറഞ്ഞൊന്ന് മോള് കാര്യാക്കണ്ട. എന്നാലും മുത്തശ്ശീന്റെ മോൾ ഇത് മനസ്സിൽ നിന്ന് മറന്നിടായി. എന്നിട്ട് സമാധാനത്തോടെ റൂമിലേക്ക് ചെല്ലേ. ചെല്ലുമോളെ.